പാലക്കാട് നെല്ല് സംഭരണം ആരംഭിച്ചു. 4 മില്ലുകളാണ് സംഭരണത്തിനായി വന്നിട്ടുള്ളത്. റിപ്പോർട്ടിലേക്ക്. പാലക്കാട്ടെ കർഷകരുടെ വലിയൊരു പ്രതിസന്ധിക്ക് ഒരു ആശ്വാസമായെന്ന് പറയാം. കാരണം പലപ്പോഴും കർഷകരിങ്ങനെ നെല്ല് കൊയ്ത് സംഭരിച്ചു വയ്ക്കുകയായിരുന്നു. പക്ഷെ അതിന് വിരാമമായിക്കൊണ്ട് 4 മില്ലുകൾ കൂടി മുന്നോട്ട് വന്നതോടുകൂടി നെല്ല് സംഭരണം പാലക്കാട് ആരംഭിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് കൊട്ടേക്കാട് മേഖലയിലാണ്. ഇവിടെയുള്ള കർഷകരും എന്നോടൊപ്പം ഉണ്ട്. അതായത് ഒന്നാം വിള സമയം പറഞ്ഞ സാധാരണ മഴ പതിവാണ്. അപ്പോൾ ഈ സമയത്ത് മില്ലുകാർ ബലം പിടിക്കാറുണ്ട്. പല കാരണങ്ങളും പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാറുണ്ട്. അപ്പോൾ അത് കർഷകരിൽ നിന്ന് നമ്മൾ ചുരുങ്ങിയ വിലയ്ക്ക് നേരിട്ട് നെല്ലെടുക്കാനുള്ള സംവിധാനമായിട്ടാണ് കർഷകർ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ 68 കിലോ അരി വേണമെന്നുള്ള ഡിമാൻഡിൽ അതും ബുദ്ധിമുട്ടിച്ചു. ഇപ്പോൾ 66 കിലോ സെറ്റിൽമെൻറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിൽ കൂടെ ഈ നെല്ല് പോയി നേരെ മില്ലെത്തി മില്ലിൽ നിന്ന് സപ്ലൈക്കോ വഴി റേഷൻ കാർഡ് വഴി വിതരണം ചെയ്ത് അതിൻ്റെ കണക്കോട് ശേഷം മാത്രമേ കർഷകർക്ക് പൈസ കൊടുക്കുള്ളൂ എന്നുള്ള കേന്ദ്രത്തിൻ്റെ നിലപാടും ഇവിടെ കർഷകരെ കട കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയും കൂടി ആകുമ്പോഴാണ് കർഷകൻ ഏറെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ സമയത്ത് മാത്രമല്ല, എല്ലാ സമയത്തും ഒന്നാം വിള സമയത്ത് മില്ലുകാർ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംവിധാനം. കാരണം ഈ ചുരുങ്ങിയ വിലയ്ക്ക് കർഷകരിൽ നിന്ന് കാശ് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ചേട്ടനെ പോലുള്ള ഓരോ കർഷകരുടെയും വലിയൊരു ആശങ്കയ്ക്കാണല്ലോ ഇപ്പോൾ ഒരു ആശ്വാസമായി. അതെ, ആശ്വാസമായി. നെൽകൃഷി പിടിച്ചു നിൽക്കണമെങ്കിൽ സർക്കാർ സപ്പോർട്ട് ചെയ്തേ പറ്റുമോ? അതേ നടക്കില്ല. ഈ 4 മില്ല് കൊണ്ട് ഇത്രയും നെല്ല് പാലക്കാട് ജില്ലയിലെ നെല്ല് പോകില്ല. ഇനിയും അടുത്ത മില്ലുകൾ വന്നാൽ മാത്രമേ നമ്മുടെ എല്ലാ നെല്ല് ശേഖരിക്കാൻ പറ്റുള്ളൂ. കൂട്ടി വെച്ചവർക്ക് ഒരു ആശ്വാസം. തീർച്ചയായിട്ടും അതൊരു ആശ്വാസം തന്നെയാണ്. പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്നത് നെല്ല് കൊയ്ത ശേഷമാണ് മില്ലിന് ചർച്ചയ്ക്ക് വിളിക്കുന്നത്. അത് ഏറ്റവും വലിയ തെറ്റ്. ഗവൺമെൻറ്റിൻ്റെ പരാജയമാണത്. കാരണം മില്ലുകാരനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇത് ഗവൺമെൻറ് നമ്മൾ വിളയെടുക്കുന്നതിന് മുമ്പ് ചർച്ചയ്ക്ക് വിളിച്ച് മില്ല് പാസ്സാക്കേണ്ടതാണ്. ഇത് 20 ദിവസം കൊയ്ത് വെച്ച് ഇയാളുടെ തന്നെ നെല്ല് 20 ദിവസമായി. നമ്മുടെ ആ ഭാഗത്ത് മാസങ്ങൾ കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞു കൊയ്തിട്ട്. ഇപ്പോഴും നെല്ല് കിടക്കുക. ഒരു ആശ്വാസം എന്നുള്ള നിലയിൽ തന്നെ കുറെ കർഷകരുടെയൊക്കെ നെല്ല് ഇത്തരത്തിൽ മാസങ്ങളായി 2-3 മാസമായി അല്ലെങ്കിൽ തന്നെ 10-30 അധികം ദിവസങ്ങളായിട്ട് ഇങ്ങനെ കൂട്ടിവെച്ച നെല്ലുകൾ പലർക്കും വിറ്റ് സപ്ലൈകോയ്ക്ക് നൽകാൻ കഴിയുമെന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുള്ള കാര്യമാണ്. പക്ഷേ ഇനിയും കൂടുതൽ മില്ലുകൾ രംഗത്ത് വരേണ്ടതുണ്ട്. അതനുസരിച്ചുള്ള ചർച്ചകൾ ഇനിയും നടക്കും. നാളെ സഹകരണ സംഘങ്ങളുമായിട്ടുള്ള ചർച്ചകൾ കൂടി പാലക്കാട് പുരോഗമിക്കുന്നുണ്ട്.